നന്ദിയും കർപ്പാരും അറിയിക്കാണ്ട്. ഈ വോയിസ് ട്യൂബർമാരെ കൂട്ടത്തിൽ ചുണയുള്ള കുട്ടിയാണ്. ആർക്കു വേണ്ടി ആനന്ദം കൊണ്ട് ആയുസ് പോക്കുന്നു ഇവൾ. ആളുമറഞ്ഞാൽ വേലി കഴിക്കാൻ വെമ്പല് കൊള്ളുന്നു. ഒരാൾ പറയുമ്പോൾ സൂഫി സഫർ എന്ന് പറഞ്ഞ ചാനലുകാരൻ എടുത്തിട്ടു. അയാളാണ് അത് എടുത്തിട്ടത്. അതെ, സൂഫി സഫറാണ് ആദ്യമായി ഷാജിദ ഷാജിയുടെ വിവാഹം കഴിഞ്ഞ കാര്യം സമൂഹത്തോട് പറഞ്ഞത്. അതോടുകൂടി തന്നെ ഷാജിദ ഷാജിക്ക് പല പ്രശ്നങ്ങളുണ്ടായി. അതിനെല്ലാം കാരണക്കാരനായത് സൂഫി സഫറാണ്. അതുമാത്രമല്ല, ഷാജിദ ഷാജിയെ ഒന്നടങ്കം വെളുപ്പിക്കാൻ നടക്കുന്ന ഒരു വ്യക്തി കൂടിയായി മാറി സൂഫി സഫർ ആഷിഖ്. അങ്ങനെ ഷാജിദ ഷാജിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പലരും മറന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ വീണ്ടും ഷാജിദ ഷാജി അതാ ഇൻ്റർവ്യൂസിൽ പങ്കെടുക്കാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നു. എന്താണ് ഷാജിദ ഷാജിയുടെ ലക്ഷ്യമെന്ന് അറിയില്ല. പക്ഷേ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഞാനൊരിക്കലും ഷാജിദ ഷാജിയെ കുറ്റം പറയാതെ അവർക്ക് വേണ്ടി നല്ല രീതിയിൽ വാക്കുകൾ ഉച്ചരിച്ചത് വേറൊന്നും ഉണ്ടായതുകൊണ്ടല്ല. ഞാൻ പറഞ്ഞ ഭാഗത്ത് ഷാജിദ ഷാജിയുടെ മേലെയും ന്യായമുണ്ടെന്ന് എനിക്ക് ഉറപ്പായതിൻ്റെ പേരിലാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പക്ഷേ ഷാജിദ ഷാജി പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഞാൻ അയാളോട് കുറേ പ്രാവശ്യം വാണിംഗ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ സൈബർ സെല്ലിൽ നിങ്ങളുടെ ചാനലിനെതിരെ കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അയാൾക്ക് അതൊരു പേടിയില്ലായിരുന്നു. ഷാജിദ ഷാജിയുടെ വീഡിയോ ചെയ്തതിന് ശേഷം ആ വീഡിയോ എന്നോട് ഒഴിവാക്കാനും അങ്ങനെ ഒഴിവാക്കിയില്ലെങ്കിൽ എനിക്കെതിരെ സൈബർ സെല്ലിൽ കേസ് നൽകുമെന്ന് പറഞ്ഞപ്പോഴും ഞാനതിനെ ഭയപ്പെടാതെ ആ വീഡിയോ ഒഴിവാക്കാതെ നിന്നപ്പോൾ പല സ്ത്രീകളും പറഞ്ഞുണ്ടാക്കിയതോ ഷാജിദ ഷാജിയുടെ ഭീഷണിയിൽ ഭയപ്പെട്ട സൂഫി സഫർ ഷാജിദ ഷാജിയെ വിളിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ്. ചാനലിൽ അയാൾ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു. വീഡിയോസ് ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടപ്പോൾ അയാൾ സമ്മതിച്ചില്ല. അയാൾ ഇല്ല, ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. സത്യസന്ധമായി കാര്യങ്ങൾ പറയുന്ന ആളാണ് നമ്മുടെ സാജിദ എന്ന് എനിക്ക് മനസ്സിലായി. കാരണം സാജിദ ഇപ്പോൾ പറഞ്ഞ വാക്കുകളെല്ലാം സത്യം തന്നെയാണ്. ഇതൊക്കെ സാജിദ എന്നോട് പറഞ്ഞതും സാജിദയോട് ഞാൻ പറഞ്ഞതും തന്നെ. ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് പോലും ഞാൻ അതനുസരിച്ചില്ല എന്നുള്ള സാജിദയുടെ വാക്ക് നിങ്ങൾ കേട്ടില്ലേ? പിന്നെ എങ്ങനെയാണ് സാജിദയെ ഞാൻ വെളുപ്പിക്കുന്നത്? പിന്നെ പല ആളുകളും എന്നെ കുറ്റപ്പെടുത്താൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന മറ്റൊരു കാര്യം എന്തെന്നാൽ സാജിദയുടെ വോയിസ് എല്ലാം ഞാൻ പുറത്തിറക്കി അവളെ വലിയ അപമാനിതയാക്കി എന്നൊക്കെയാണ് അവർ പറയുന്നത്. എന്നാൽ അതിൻ്റെ പിന്നിലെ സത്യാവസ്ഥ നിങ്ങൾ അറിയണം. ഈ സൂഫി സഫർ എന്ന മീഡിയക്കാരൻ്റെ അടുത്താണ് ഫസ്റ്റ് പോയിരിക്കുന്നത്. അപ്പൊ അയാള് എനിക്ക് വിളിച്ചിട്ട് ഷാജി ഇതിലെന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ, റൌഫ് പറഞ്ഞ ഒരു സംഭവം ഇങ്ങനെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അതിൽ കുറച്ച് വേറെ കുറെ പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾ തൽക്കാലം ആ വീഡിയോ ചെയ്യണ്ട. കാരണം അതൊരു കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാനുള്ള പൈസയും കാര്യങ്ങളുടെ പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ അത് വീഡിയോ ചെയ്യേണ്ട. അതുകൊണ്ട് ഞാൻ അയാളെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പൊ അയാൾ ചെയ്യില്ല എന്ന് കണ്ടപ്പോൾ വേറെ ആർക്കോ എടുത്തിട്ട് വേറെ ആരിനൊക്കെ ഇയാൾ കോണ്ടാക്ട് ചെയ്തിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നും സൂഫി സഫർ അങ്ങനെ രക്ഷപ്പെട്ടു എന്ന് പറയാം. ഒരു കാര്യത്തെക്കുറിച്ച് വ്യക്തമായി അറിയാതെ എങ്ങനെയാണ് സമൂഹത്തിന്റെ മുമ്പിൽ ഒരു പെൺകുട്ടിയെ അപമാനപ്പെടുത്തുക? ഞാൻ ചെയ്തത് ന്യായമാണെന്നതിൽ ഞാനിപ്പോഴും ഉറച്ചു നിൽക്കുന്നു. അങ്ങനെ ഇതിലെ സത്യാവസ്ഥയെക്കുറിച്ച് ഞാൻ അയാളോട് ചോദിച്ചപ്പോൾ അയാളതാ പുലഭ്യം പറയുന്നു. എൻ്റെ ഉമ്മയെയും മരിച്ചുപോയ എൻ്റെ ഉപ്പയെയുമെല്ലാം പറഞ്ഞപ്പോൾ ഞാനും അതേപോലെ തന്നെ തിരിച്ചും പറഞ്ഞു. അതിൽ എനിക്കൊരു തെറ്റും തോന്നിയിട്ടില്ല. പക്ഷേ അയാൾ പറഞ്ഞ പുലഭ്യങ്ങൾ ഞാൻ ഇതുവരെ പുറത്തുവിട്ടില്ല. പക്ഷേ ഞാൻ അയാളോട് പറഞ്ഞത് അയാൾ ഷാജിദയുടെ വോയിസുകൾ പുറത്തു കൊണ്ടുവന്ന സ്ത്രീയുടെ ചാനലിലൂടെ തന്നെ അതും പുറത്തു കൊണ്ടുവന്ന് എന്നെ വീണ്ടും സമൂഹത്തിൽ മോശക്കാരനാക്കി. ഇനി റഹൂഫ് കൂട്ടുപിടിച്ച ആ മഹത് വ്യക്തി ആരാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. നന്ദിയും കർപ്പാരും അറിയിക്കാണ്ട് ഈ വോയിസ് സുധീസ് ബ്ലോഗിന് നോക്കി വിട്ടുകൊടുക്കുക. കാരണം ഓളതിന് തയ്യാറായി. ഓളെ യൂട്യൂബർമാരെ കൂട്ടത്തിൽ ചുണയുള്ള കുട്ടിയാണ്. അങ്ങനെ ആ നീച പ്രവർത്തനം ചെയ്ത യൂട്യൂബർമാരുടെ കൂട്ടത്തിലെ ചുണയുള്ള കുട്ടിയെക്കുറിച്ച് അദ്ദേഹം വെളിപ്പെടുത്തിയത് കണ്ടില്ലേ? അപ്പോൾ ഞാനല്ല അത്തരത്തിൽ സാജിദയുടെ വോയിസ് പുറത്തിറക്കിയത് എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായില്ലേ? ഒരു പെണ്ണിനെ സമൂഹത്തിൽ കൊണ്ടുവന്ന് ഇതിലെ സത്യാവസ്ഥ മനസ്സിലാക്കാതെ മോശവൽക്കരിച്ചത് വലിയ തെറ്റാണെന്ന കാര്യത്തിൽ ഞാനിപ്പോഴും ഉറച്ചു നിൽക്കുന്നു. സമൂഹത്തിൽ ആർക്കാണ് തെറ്റ് സംഭവിക്കാത്തത്? ഷാജിദ ഷാജി മനുഷ്യവർഗത്തിൽപ്പെട്ടതല്ലേ? തെറ്റും പാകപ്പിഴവുകളുമെല്ലാം എല്ലാവരുടെ പക്ഷത്തുനിന്നും ഉണ്ടാവുന്നതാണ്. പക്ഷേ രണ്ടു പക്ഷത്തും തെറ്റുണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരു പക്ഷം മാത്രം ന്യായപരമായി വിലയിരുത്തപ്പെടുക? പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഷാജിദ ഷാജിക്ക് ഒരു ഉസ്താദ് വിവാഹാലോചനവുമായി വന്നു എന്നാണ്. അതിലും ചിലർക്ക് ചില സംശയം. ആ ഉസ്താദാണ് എനിക്ക് പ്രപ്പോസ് വന്നിരിക്കുന്നത്. കല്യാണം കഴിയാത്ത ഒരാളാണ്. 27 വയസ്സൊക്കെ ആയിട്ടുള്ളൂ. ആ ഉസ്താദ് ആരാന്ന് നമുക്കൊരു സംശയമുണ്ട്. സൂഫി സഫർ എന്ന് പറയുന്ന ഒരു പഹയനാണ്. ഓരോരു പാതി ഉസ്താദാണെന്നൊക്കെയാണ് കേൾക്കുന്നത്. ഓനും ചില താല്പര്യങ്ങൾ ഉണ്ടോ ഈ ഒരു സബ്ജക്റ്റിൽ എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്. റിയാക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞുകൊണ്ട് വായിൽ തോന്നിയതെല്ലാം വിളിച്ചു പറയാനുള്ള അവകാശമൊന്നും നിനക്കും എനിക്കുമൊന്നുമില്ല. സമൂഹത്തിൽ അപമാനപ്പെടുത്താൻ ശ്രമിച്ചാൽ നിയമപരമായി മുന്നോട്ട് പോകാനുള്ള മാർഗം ഇവിടെയുണ്ട് എന്നുള്ളത് നിങ്ങളാരും തന്നെ മറക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്.